broken-hearted, I've made a mess of me. The person that I've been lately ain't who I wanna be. But you stay here right beside me, watch as the storm goes through, and I need you. 'Cause God gave me you for the ups and downs. God gave me you for the days of doubt. For when I think I've lost my way, there are no words here left to say it's true. God gave me you. Gave me you. There's more here than what we're seeing. Divine conspiracy that you, an angel lovely, could somehow fall for me. You'll always be love's great martyr, I'll be the flattered fool, and I need you. Yeah, God gave me you for the ups and downs. God gave me you for the days of doubt. For when I think I lost my way, there are no words here left to say it's true. God gave me you. On my own I'm only half of what I could be. I can't do without you. We are stitched together, and what love has tethered, I pray we never undo. 'Cause God gave me you for the ups and downs. God gave me you for the days of doubt. Oh, God gave me you for the ups and downs. God gave me you for the days of doubt. for when I think I've lost my way, there are no words here left to say it's true. God gave me you. Gave me you. He gave me you. Andi
സമയത്ത് ഭവനത്തിൽ കൂടി ഒരുപാട് സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. ബാല്യം എവിടം ഈ പ്രായമായിരിക്കും ദൈവനെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച് എന്റെ എല്ലാ നന്മകളും ദൈവം നൽകി തന്നതിനായി സ്തോത്രം ചെയ്യാം. ചെറിയ പ്രായം മുതൽ സത്യ ദൈവത്തെ അറിവാണ് വിശ്വാസപാലനം ദൈവം അവരെ സഹായിച്ചതിനായി ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിലെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ ദൈവത്തിൽ ആരാധന ദൈവം കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം കാര്യങ്ങളെല്ലാം ദൈവം ഭാഗ്യവറ്റ് നടത്തി ഇന്നോളം ദൈവം പഠിക്കുവാനെല്ലാം ബുദ്ധി ജ്ഞാനമുട്ടും എല്ലാം തന്നു ദൈവം പ്രകാരം ആ ഒരു ജോലിയും ദൈവം തന്നതിനായി സ്തോത്രം ദൈവ ഇഷ്ടപ്രകാരങ്ങളിൽ ദൈവികമായ ഒരു ആലോചന കടന്നു ഒരുപാട് സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് ദൈവം സഹായിച്ചതിനായി ആലോചനയിൽ വലിയൊരു പ്രവൃത്തിയിൽ സത്യമാണ് ദൈവം പകൽക്കാർ നടക്കുന്ന വിവാഹ നിശ്ചയത്തിൽ ദൈവം തന്നെ ഭാരവറ്റ് നടത്തണം എല്ലാ വിധത്തിലും ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ ദൈവം സഹായിക്കുന്നതിനായി അവരും യാത്രയിലായിരിക്കുന്നു. അവിടെ യാത്രയെല്ലാം ദൈവം തന്നെ സൂക്ഷിക്കണം. ദൈവദൂതന്മാരുടെ കാവലുണ്ടായിരിക്കുന്നതിനായി വന്നുചേരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരും തക്ക സമയത്ത് തന്നെ വന്നുചേരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുന്നതിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നെന്ന് തിരുവെഴുത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തുവിടെ മനവാട്ടിയായി തീരുവാൻ വേണ്ടിയാണ് ഒരു പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നു. ഇന്ന് മുതൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഒരു വിവാഹനാളിന് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മെ കർത്താവ് ആത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ വെളിപ്പാടോടെ നാം ക്രിസ്തുവിന്റെ കാന്തയായി ഒരുങ്ങുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ദൈവം സഹായിക്കുന്നതിനായി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാലം ഇനി മുമ്പോട്ട് പോകുകയില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാണ്. ഈ ഭൂമിയിൽ ദൈവം തരുന്ന അല്പകാലം ദൈവപ്രസാദമായ ജീവിപ്പാറുണ്ട്. കൂടിയിരിക്കുന്ന എല്ലാവരും ദൈവം സഹായിക്കുന്നതിനായി തക്ക സമയത്ത് ദൈവം കൊണ്ടുവന്നതിനായി ദൈവത്തിന്റെ നാമം മാത്രം കൊണ്ടുവന്നതിനായി സ്വർഗീയപിതാവേ, ഈ നല്ല സമയത്തിനായി ദൈവത്തെ നിന്നുള്ള സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ വന്ന പാതകൾ കർത്താവേ, ദൈവം ലിസിയെ നടത്തിയ പാതകളെല്ലാം അതിശയമായി നടത്തിയ കർത്താവേ, കോഴിക്കോട് പ്രദേശത്തും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് പ്രദേശത്തും ബാംഗ്ലൂരിലും എല്ലാം ദൈവം സുരക്ഷിതമായി ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം നടത്തി ആസ്വദിക്കുന്നു. തന്റെ ഭക്തരെ ദൈവം ചേർത്തുകൊണ്ടതിന് ആസ്വദിക്കുന്ന കർത്താവെ നിങ്ങളെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ദൈവം സഹായിക്കാൻ ആസ്വദിക്കുന്ന കർത്താവയുടെ കൂടി വരുവാൻ തക്കവണ്ണം എല്ലാവരും ദൈവം അനുഗ്രഹിച്ചാൽ ആസ്വദിക്കുന്ന കർത്താവെ, ഈ നല്ല സമയത്തിനായ ദൈവത്തിൽ കൂടി വാഴ്ത്തുന്ന കർത്താവെ, ഞങ്ങൾ വിഭാഗത്തിനായി പുറപ്പെടുന്നു. ദൈവ സാന്നിധ്യം ഞങ്ങൾ ഇവിടെ പുറപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ ദൈവം നടത്തിയ വലിയ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ആത്മീയമായും ഭൗതികമായും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ നിങ്ങളെ സ്തുതിക്കുന്നു. ദൈവരങ്ങളിൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവനാമം ഉണ്ടാകട്ടെ. ആമേൻ. മനസ്സിലൂടെ നല്ല സ്വർഗ്ഗ പിതാവേ,
അവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവേ. അവന്റെ ബാല്യം എവിടെ ഈ പ്രായമേക്കും ദൈവനെ കാത്ത് സൂക്ഷിച്ച് സത്യം തൊടാതെ വിഷ്പം തൊടാതെ ദൈവം കാത്ത് ദൈവികമായി വളരുവാൻ ദൈവനെ സഹായിച്ചല്ലോ. എന്നായി സ്തോത്രം. വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം ദൈവം ഭാരപ്പെട്ട് നടത്തിയല്ലോ. എന്നായി സ്തോത്രം. തക്ക സമയത്തായപ്പോൾ ദൈവ ഇഷ്ടപ്രകാരം ഒരു വിവാഹ ആലോചന കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. എന്നായി സ്തോത്രം. സിയോണെന്ന് അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് സിയോണെന്ന് പ്രിയ കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മകനായി തീരുവാൻ ദൈവം സഹായിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന വിവാഹ ആലോചന ദൈവം തന്നെ ഭാരപ്പെട്ട് നടത്തുന്ന എല്ലാ വിധത്തിലും തിരുനാമം മാത്രം ഓർക്കപ്പെടുവാൻ ദൈവം സഹായിക്കും. കർത്താവോടൊന്ന് കടന്നു വരുന്ന പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ യാത്രയെല്ലാം ദൈവം സൂക്ഷിക്കും. ദൈവം നാമം മഹത്വപ്പെടുത്തും. അങ്ങയുടെ വരവിൽ നന്നായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേട്ടിരിക്കുകയാണ്. സ്തോത്രം ചെയ്യാം. കർത്താവയുടെ കൃപയും സമാധാനം മനസ്സിലും നമ്മോട് സകല വിശുദ്ധന്മാരോട് കർത്താവിന്റെ വരവ് പറ്റി നമ്മോട് കൂടെ ഇരിക്കുവാനാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Every day with you is magic. Every kiss is better than the last. It's a home I've never known, a place I know will last. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമുക്കെല്ലാവർക്കും ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ, നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം നമുക്കിവിടെ ആയിരിക്കാൻ ദൈവ അവസരം നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ബുദ്ധിമുട്ടിൽ നിന്ന് കടന്നു വരുന്നവരുടെ യാത്രയെല്ലാം കൂടെ ഇരുന്ന് സൗഖ്യത്തോടെ കർത്താവ് കൊണ്ടെത്തിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇവിടെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരേണ്ട പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് ക്ഷേമത്തോടെ കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയ കുഞ്ഞുങ്ങളെ ഇരുവരെയും കർത്താവ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അനുഗ്രഹത്തോടെ നടത്തി സഹായിച്ചു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായും അനുഗ്രഹങ്ങൾക്കായും നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, ഞാൻ അവന് തക്ക താഴത്തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തവനായ ദൈവം തക്ക സമയത്ത് പ്രിയ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആലോചിക്കുവാനും അതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ ക്രമീകരിക്കുവാനും ദൈവം നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സഹോദരൻ ഗോഡ്വിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സഹോദരി നിസിക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. ഈ ഭൂമിയിൽ നടക്കുന്ന ആ വിവാഹമെല്ലാം നിഴലായതാണ്, എന്നാൽ പൊരുളായത് യാഥാർത്ഥ്യമായത് എത്രയും വേഗം സംഭവിക്കാൻ പോകുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയാണത്. കർത്താവ് വരുമ്പോൾ കർത്താവിനെതിരേൽപ്പാൻ ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ ഇന്ന് പകൽക്കാരുടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവം ഇടയാക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹമേറിയ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോട് വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് പകൽവേളയിൽ ഇങ്ങനെ ഒരു കൂടിവരവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ മക്കളുടെ വിവാഹ നിശ്ചയമായിട്ടും കർത്താവേ സ്തോത്രം, ഈ സ്ഥലത്ത് കൂടി വന്നിരിക്കുന്ന ഈ കൂടിവരവ് ഇരുഭവനത്തിനും വളരെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവം
കർത്താവേ സ്തോത്രം, ഈ വിവാഹത്തെക്കുറിച്ച് കർത്താവേ സ്തോത്രം ഇന്ന് ആലോചിച്ച് നിശ്ചയിക്കുവാൻ കർത്താവേ സ്തോത്രം നീ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുവാൻ പോകുന്നതായ വിവാഹത്തെയും ദൈവം നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലുപരിയായിട്ടും കർത്താവേ സ്തോത്രം ഒരു നിത്യമായ ഒരു വിവാഹമുണ്ട്. ആ വിവാഹത്തിന് വേണ്ടി കർത്താവേ സ്തോത്രം ഇരു കുടുംബത്തിലുള്ളവരും കർത്താവേ സ്തോത്രം ഞങ്ങളുടെ വധുവരന്മാരും കർത്താവെ ഒരുങ്ങിക്കൊള്ളുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരെയും തക്ക സമയത്ത് കൂട്ടിവരുത്തട്ടെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയും അങ്ങ് തന്നെ ഏറ്റെടുക്കണമേ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുറവും പരിഹരിക്കും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഏറ്റുമാനലുള്ളതായ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സ്റ്റേജിലേക്ക് വന്ന് പ്രസ്താവിക്കാവുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവകൃപയാൽ ഇന്ന് എല്ലാവർക്കും ഇവിടെ കൂടി വരുവാൻ ദൈവം തന്നിരിക്കുന്ന വലിയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പത്തനംതിട്ട സെൻറ്ററിലെ ഉദിമൂട് ലോക്കലിലെ വിശ്വാസിയും വർഗീസ് സൂസൻ ദമ്പതികളുടെ മകനുമായ ഗോഡ്വിനുമായിട്ട് എൻ്റെ മകൾ നിസി ആൻ ഫിലിപ്പുമായിട്ട് വിവാഹം നിശ്ചയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരെയും കൂട്ടിവരുത്തിയിരിക്കുന്നത്. വിശുദ്ധന്മാരും വിശുദ്ധകളും എല്ലാവരും കടന്നു വന്ന പ്രിയപ്പെട്ടവരും എല്ലാവരും ഈ കുടുംബത്തിൻ്റെ ആ വലിയ കാൽവെപ്പിലേക്ക് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമം ഒരു കൂടി മഹത്വപ്പെടട്ടെ. ആമേൻ. സ്തോത്രം. ഇനി ബുദ്ധിമുട്ടിൽ നിന്ന് വന്നിരിക്കുന്നവർ സ്റ്റേജിലേക്ക് വന്ന് ഈ കാര്യത്തെക്കുറിച്ച് അറിയിക്കാവുന്നതാണ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആലോചനയിൽ വലിയവനും പ്രവൃത്തിശക്തിപരമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് ഞങ്ങളിവിടെ കടകൂടുന്നതിൻ്റെ ഉദ്ദേശത്തെ ഇപ്പോൾ ബ്രദർ ഫിലിപ്പ് പറയുകയുണ്ടായി. അതിന് പ്രകാരം ദൈവഹിതമായാൽ 11/6/2024 അല്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച പുതുമുട്ടിലുള്ള ദി പെന്തക്കോസ്ത് മിഷൻ സഭാ ഹാളിൽ വെച്ച് കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുവാനായിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിശുദ്ധന്മാർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് നിയുക്ത വധുവിനെ കാണുക എന്നുള്ളതാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അതിനാഗ്രഹമുണ്ട്. എല്ലാവരും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നിയുക്ത വധു മാതാപിതാക്കളുമായി സ്റ്റേജിലേക്ക് കടന്നു വരണം. ഇതാണ് നിയുക്ത വരൻ ഗോഡ്വിൻ. ആർക്കെങ്കിലും വല്ലതും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സംസാരിക്കുമെന്നൊക്കെ അറിയണ്ടേ. സ്നാനപ്പെട്ട് എത്ര വർഷമായി? 2010. ഓക്കെ. ശരി, പോയിരുന്നോ? അടുത്തതായിട്ട് ബുദ്ധിമുട്ടിൽ നിന്ന് വന്നവർ ഒന്നുകൂടെ സ്റ്റേജിലേക്ക് വന്ന് ഈ വിവാഹം എന്ന്, എവിടെ വെച്ച്, എപ്പോൾ നടത്താൻ പോകുന്നുവെന്ന് പൊതുവായിട്ട് ഇവിടെ ഓർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. ദൈവഹിതമായാൽ 11/6/2024 ചൊവ്വാഴ്ച, അടുത്ത ചൊവ്വാഴ്ച പുതുമുട്ടിലുള്ള ദി പെന്തക്കോസ്ത് മിഷൻ സഭാ ഹാളിൽ വെച്ച് കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി അവരെ നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷമായിട്ട് റാന്നിയിലുള്ള വളയനാട്ട് ഓഡിറ്റോറിയത്തിലാണ് വിവാഹ സൽക്കാരം നടക്കുന്നത്. അതിനും എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സ്തോത്രം. വരുന്ന ചൊവ്വാഴ്ച ജൂൺ മാസം 11 ചൊവ്വാഴ്ച രാവിലെ 10:30 മണിക്ക് ഉദിമൂട് പെന്തക്കോസ്ത് മിഷൻ ഹാളിൽ വെച്ച് നടത്താനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെയല്ലേ? ശരി, രണ്ട് കൂട്ടർക്കും സമ്മതമായിരിക്കുന്നു. നമ്മൾ തീരുമാനിച്ച കാര്യം ഇപ്പോൾ കുറി എഴുതിയിട്ട് വായിക്കാവുന്നത്. എഴുതിയിരിക്കുന്ന കുറി ഇപ്പോൾ വായിച്ചു കേൾക്കാവുന്നതാണ്.
സ്തോത്രം. ദി പെന്തിക്കോസ്റ്റ് മിഷൻ ഉദിമൂട് സഭാംഗമായ പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി പഞ്ചായത്തിൽ കോട്ടത്തിനാൽ വീട്ടിൽ ശ്രീമാൻ KM വർഗീസിൻ്റെയും ശ്രീമതി സൂസൻ വർഗീസിൻ്റെയും മകൻ ഗോഡ്വിൻ വർഗീസും ഏറ്റുമാനൂർ TPM സഭാംഗമായ കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കാണക്കാരി പഞ്ചായത്തിൽ വള്ളപ്പറയ്ക്കൽ വീട്ടിൽ ശ്രീമാൻ ഫിലിപ്പ് മാത്യുവിൻ്റെയും ശ്രീമതി മോളി സൈമൻ്റെയും മകൾ നിഷി ആൻ ഫിലിപ്പും തമ്മിലുള്ള വിവാഹം ദൈവേഷ്ടമായാൽ 2024 ആണ്ട് ജൂൺ മാസം 11-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30 മണിക്ക് ഉദിമൂട് ദി പെന്തിക്കോസ്റ്റ് മിഷൻ സഭാഹാളിൽ വെച്ച് വിവാഹാശുശ്രൂഷ നടത്തുവാൻ ഇരു സഭയും വേണ്ടപ്പെട്ടവരും കൂടിച്ചേർന്ന് ആലോചിച്ച് കർത്താവിൽ തീരുമാനിച്ചിരിക്കുന്നു. കുറി കൈമാറാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ സ്റ്റേജിലേക്ക് വരണം. കുറി കൊടുക്കട്ടെ. കുറി വാങ്ങട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം നമ്മളിവിടെ കർത്താവിൽ ആശ്രയിച്ച് ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. ദൈവഹിതമായാൽ 2024 ജൂൺ മാസം 11-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ഉദിമൂട് പെന്തക്കോസ്റ്റ് മിഷൻ സഭാ ഹാളിൽ വെച്ച് നടത്തുവാനാണ് ഇന്ന് പകൽക്കാലം നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിവാഹം നിശ്ചയിക്കപ്പെട്ട സമയത്ത് കർത്താവ് അനുഗ്രഹകരമായി നടത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, വിവാഹ ജീവിതത്തിൽ കൂടെ പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഇരുവരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായും അവരുടെ ഭാവി ജീവിതം ധന്യമായി തീരേണ്ടതിന് വേണ്ടിയും നമുക്കെല്ലാവർക്കും അവർക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ നമ്മൾ കൂടി വന്നിരിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഈ വിവാഹം എപ്പോൾ എവിടെ വെച്ച് നടക്കുമെന്ന് ഇന്ന് പകൽക്കാലം നാം ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുക. എന്നാൽ വിശുദ്ധ ബൈബിളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ സമയമോ സന്ദർഭങ്ങളോ സ്ഥലമോ ഒന്നും നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു വിവാഹത്തെക്കുറിച്ച്, ഏത് സമയത്ത് നടക്കുമെന്ന് നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കും. ആ വിവാഹത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലാണ് നാം വായിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് ആസന്ന ഭാവിയിൽ നടക്കുവാൻ പോകുന്ന, അല്ലെങ്കിൽ എത്രയും വേഗം നടക്കുവാൻ പോകുന്ന ഒരു വിവാഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, വിവാഹിതരായവരും വിവാഹിതരാകാനുള്ളവരും ഒക്കെ ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നവർ ഉണ്ടായിരിക്കാം. അവർ ചിന്തിക്കും, എന്താണ് കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറയും. ആരാണ് ഈ കുഞ്ഞാട് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ അറിവിലേക്കായിട്ട് ആ കാര്യം ഓർപ്പിക്കും. ഇവിടെ കുഞ്ഞാട് എന്ന് ആലങ്കാരികമായി പ്രസ്താവിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്നാപയോഹന്നാൻ യേശുവിനെ കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്നവനായി ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു.
കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരുന്ന തിരുവെഴുത്തിൻ്റെ നിവൃത്തി എന്നോണം കാലസമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മാനവരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, അല്ലെങ്കിൽ അവന് യാഗമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ ആ രക്ഷ, അതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായി ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി ക്രൂശിൽ യാഗമായി. എന്നാൽ തിരുവെഴുത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. അങ്ങനെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തവനായ യേശു എത്രയും വേഗം മടങ്ങി വരുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമ പ്രവാചകന്മാർ യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വ്യക്തമായി ദൈവവചനത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ പ്രവാചകനായ യെശയ്യാവ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന, ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ശിഷ്യഗണങ്ങളെ അറിയിച്ചുകൊണ്ട് ദൂതന്മാർ പ്രത്യക്ഷരായി ഇങ്ങനെയാണ് പറഞ്ഞത്: അല്ലയോ ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരുമെന്ന് ദൂതന്മാർ കർത്താവായ യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ഓർപ്പിച്ചത് നമുക്ക് വായിക്കാൻ കഴിയുന്നു. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്തതിന് മുൻപായിട്ട് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. വിശുദ്ധ പൗലോസ് പറയുന്നു, വരുവാനുള്ളവൻ വരും, താമസിക്കുമില്ല. തെസ്സലോനിക്കർ എഴുതുമ്പോൾ വീണ്ടും പൗലോസ് പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. വെളിപ്പാട് പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ ആത്മാവ് മണവാട്ടിയും പറയുന്നു, ആമേൻ, കർത്താവായ യേശുവേ വരണമേ. ഇങ്ങനെ തിരുവചനത്തിലുടനീളം നോക്കിയാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സങ്കീർത്തന ഭാഗങ്ങളിലുമൊക്കെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 19:7 ഞാൻ പ്രാരംഭത്തിൽ ഉദ്ധരിച്ചതായ വചനത്തിൽ ഇങ്ങനെയാണ്: കുഞ്ഞാടിൻ്റെ കല്യാണം വന്നിരിക്കുന്നു, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് എന്നുള്ള സത്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും നാം ഒന്നുകൂടെ അത് ഓർക്കുന്നത്, ധ്യാനിക്കുന്നത് നന്നായിരിക്കും. കർത്താവായ യേശു മടങ്ങി വരുന്നത് തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു മണവാട്ടിക്ക് വേണ്ടിയാണ് യേശു മടങ്ങി വരാൻ പോകുന്നത്. ഒരിക്കൽ കർത്താവായ യേശു പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെങ്കിൽ ഇനിയും കർത്താവായ യേശു മടങ്ങി വരുന്നത് പാപികൾക്ക് വേണ്ടിയല്ല, വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ കർത്താവായ യേശുവിൽ കൂടെ രക്ഷ പ്രാപിച്ച് വിശുദ്ധന്മാരായി ജീവിക്കുന്നവൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് കുഞ്ഞാടിൻ്റെ കാന്ത എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് അങ്ങനെയുള്ള വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധരുടെ ഒരു കൂട്ടത്തിന് വേണ്ടിയാണ്, ഒരു മണവാട്ടി സഭയ്ക്ക് വേണ്ടിയാണ് യേശു വെളിപ്പെടാൻ പോകുന്നത് എന്ന തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തങ്ങളെ തന്നെ ഒരുക്കി
കാത്തിരിക്കുന്ന ആ വിശുദ്ധന്മാർക്ക് വേണ്ടി യേശു എത്രയും വേഗം വെളിപ്പെടുവാൻ പോകുന്നു. വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയെ മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തു അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും പ്രത്യക്ഷനാകും. അപ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇനിയും യേശു വെളിപ്പെടുവാൻ പോകുന്നതെന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും കർത്താവായ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കണമെന്നും, കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ കർത്താവായ യേശുവിനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ള ഒരു മണവാട്ടിയായി, ഒരു സഭയായി കാണപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 2-ാം ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് ദൈവസഭയെ നോക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് സഭയോട് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, കർത്താവായ യേശുവിൻ്റെ ഒരു മണവാട്ടിയായി ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവസഭയെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന്. ഇന്ന് പകൽക്കാലം ഇവിടെ ഒരു വിവാഹ നിശ്ചയം നടന്നല്ലോ, നമുക്കറിയാമല്ലോ. പ്രിയ ബ്രദർ ഗോഡ്വിൻ, സിസ്റ്റർ നിസി, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. ഇന്നതിൻ്റെ നിശ്ചയം നടന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് നിഴലായതാണ് ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ. തിരുവചനം പറയുന്നു, കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തത് നിത്യം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഇവിടെ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. ഈ ലോകത്തിലെ ജീവിതം, ഈ ലോകത്തിലെ വിവാഹ ജീവിതം, കുടുംബജീവിതം, ഇതെല്ലാം താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ലോക ജീവിതം അവസാനിക്കുന്നതോടുകൂടെ ഈ ബന്ധങ്ങളെല്ലാം അവസാനിക്കും. എന്നാൽ കാണാത്തത് നിത്യം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നിത്യമായ ഒരു ജീവിതം ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുവാനും ആ നിത്യമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുവാനും ഇടയായി തീരണം. അതിനുവേണ്ടിയാണ് ഈ ചുരുക്കം ചില വചനങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം, നാം ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട് എന്നുള്ള സത്യം നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ആ നിത്യമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശമെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ അല്പസമയം ജീവിക്കുവാൻ ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത് ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല, നിത്യമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതിന് വേണ്ടി ഒരല്പസമയം ഈ ലോകത്തിൽ തന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട് വിവാഹത്തിലേക്ക് കടക്കുവാൻ പോകുന്ന പ്രിയ കുഞ്ഞുങ്ങളും ദൈവത്തിന് സ്തോത്രം, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ നിത്യമായ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണമെന്നുള്ളതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഏതൊരു വ്യക്തിക്കും ഇവിടെ നമുക്കറിയാമല്ലോ, ഈ വിവാഹം ഇന്ന് ആലോചിച്ച് തീരുമാനിക്കുന്ന മുൻപായിട്ട് തമ്മിൽ കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹിതരായിക്കൊള്ളാം എന്നുള്ള ഒരു ധാരണയിൽ എത്തിയതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം ഈ വിവാഹം ഇവിടെ വെച്ച് ഉറപ്പിക്കുവാനിടയായിത്തീർന്നത്. ഇതുപോലെ കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയായ ഒരു വ്യക്തി തീരണമെങ്കിൽ ഒന്നാമത് ആ വ്യക്തി കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. രക്ഷിതാവായി കർത്താവായി ഹൃദയത്തിൽ അംഗീകരിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഈ കർത്താവിനെ മതിയെന്നും ഈ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നുവെന്നും ഈ കർത്താവിനെ എനിക്ക് മതിയെന്നും ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിൻ്റെ മണവാട്ടിയായി തീരുവാൻ സാധിക്കൂ. അല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അതിനെന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുവിനെ നാം ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ്. അപ്പോൾ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് ദൈവജനത്തെ ഏറ്റുപറയുമ്പോൾ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഉള്ളതായ ആ രക്ഷ പ്രാപിക്കും, പാപത്തിലുള്ള വിടുതൽ പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ രക്ഷാനിർണയം പ്രാപിച്ച ഒരു വ്യക്തി, ദൈവത്തിന് സ്തോത്രം, ഇന്ന് പകൽക്കാലം ഇവിടെ നടന്നതുപോലെ അല്ലെങ്കിൽ വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചതുപോലെ ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയാണ് വിവാഹ നിശ്ചയത്തിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ, ആത്മീയമായിട്ട് നാം ചിന്തിച്ചാൽ പൗലോസ് പറയുന്നു, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകനെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ
ആത്മീയമായി നാം ചിന്തിച്ചാൽ എന്താണ് വിവാഹ നിശ്ചയമെന്ന് ദൈവത്തിന് സ്തോത്രം. വിവാഹ നിശ്ചയം എന്ന് പറയുന്നത് അതിന് ചില ഉറപ്പുകളുണ്ട്, ചില ആചാരമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആ വിവാഹ നിശ്ചയത്തിൻ്റെ ഉറപ്പിന് വേണ്ടി വിശുദ്ധ പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവകാശത്തിൻ്റെ അച്ചാരമായിട്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ആ വിവാഹ നാളിന് വേണ്ടി ആ വ്യക്തിയെ മുദ്രയിട്ടിരിക്കുകയാണ്. അതിൻ്റെ അച്ചാരമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയുടെ മേൽ പകരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ധാരാളമുണ്ട്. സമയ ചുരുക്കം ഞാൻ വളരെ വേഗത്തിൽ നിർത്തിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ആ അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് പ്രാപിക്കുന്നത്? പഴയ നിയമത്തിൽ അതിന് നിഴലായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ തൈലമുണ്ടാക്കി തൈലലേപനം നടത്തും, തൈലാഭിഷേകം. എന്നാൽ പുതിയ നിയമത്തിൽ തൈലാഭിഷേകം എന്നൊരു വ്യവസ്ഥയില്ല, പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകമാണ്. അതാണ് പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്നവരുടെ മേൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിതാവിൽ നിന്ന് വാങ്ങി ആ പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തത്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഇത് പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പെന്തക്കോസ്ത് നാളിൽ പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും അവിടെ കൂടിയിരുന്നവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്തു ചെയ്യണം? പത്രോസ് എന്താണ് 11 പേരോട് എഴുന്നേറ്റെന്ന് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പനയായ ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അതിനുശേഷം വിവാഹ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം. ഇന്ന് പകൽക്കാലം ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നു. ഇനി ഒരു വലിയ ഒരുക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക. ആത്മീയമായിട്ട് നാം ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവകൽപ്പനയായ ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി ആ വിവാഹ ദിവസത്തിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെയാണ് ഒരുങ്ങുന്നത്? ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ, അന്യമായ സ്നേഹങ്ങളിൽ അകപ്പെട്ടു പോകാതെ, ലോക ഇമ്പങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, പാപ ഇമ്പങ്ങളിൽ കുടുങ്ങിപ്പോകാതെ, പിശാചിൻ്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ, കർത്താവായ യേശുവിനെ മാത്രം ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിർമ്മലമായ നിഷ്കളങ്കമായ പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് ദൈവവചനപ്രകാരം ജീവിച്ച് തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരണത്തിൽ കാത്തുകൊണ്ട് ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന അങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു വെളിപ്പെടാൻ പോകുന്നത്. അതാണ് അവൻ്റെ മണവാട്ടി എന്ന് പറയുന്നത്. ആസന്ന ഭാവിയിൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടാൻ പോകുന്നു. സമയമോ സന്ദർഭമോ ഒന്നും നമുക്കറിയില്ല. യേശു തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത്, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. നാളും നാഴികയും സംബന്ധിച്ച് ആർക്കും ഒരു അറിവില്ല. സ്വർഗസ്ഥനായ പിതാവല്ലാതെ അത് ആരും അറിയുന്നില്ല. ഇന്ന് പകൽക്കാലം ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം, എത്രയും വേഗം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷനാകും. തൻ്റെ സഭയ്ക്ക് വേണ്ടി, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി ആ കൂട്ടത്തിൽ കാണപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇടയായി തീരണം. കർത്താവായ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്തെമ്പാടും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് നാം ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് അത്രത്തോളം ആർക്കും വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇന്ന് ആ വചനത്തിൻ്റെ നിവർത്തികളെല്ലാം നമ്മുടെ കൺമുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. യേശു അടുക്കൽ വാതുക്കലായിരിക്കുന്നു. അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നു. ആകയാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ, അല്ലെങ്കിൽ അവൻ്റെ മണവാട്ടിയായി ഒരുക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക്, കുടുംബങ്ങളിലുള്ളവർക്ക്, ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ നല്ല ദിവസത്തിന് വേണ്ടി, ആ വീണ്ടെടുപ്പിൻ്റെ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ വിരമിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ഈ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. നല്ലവൻ നല്ലവൻ നമുക്കവനെന്നും, നന്മകളാൽ നമ്മെ നിറപ്പവനെന്നും. നല്ലവൻ നല്ലവൻ നമുക്കവനെന്നും, നന്മകളാൽ നമ്മെ നിറപ്പവനെന്നു. നിത്യപിതാവേ നീ എൻ ദൈവം, നിത്യവും പരനേ സ്തുതി നിനക്കുണ്ടോ. നിത്യപിതാവേ നീ എൻ ദൈവം,
നിത്യവും പരനേ സ്തുതി നിനക്കുചിതം. സ്തുതിപ്പിൻ മനമേ ദിനം യഹോവയെ, സ്തുതിച്ചു പാടിടാം തൻ തിരുകൃപയെ. സ്തുതിപ്പിൻ മനമേ ദിനം യഹോവയെ, സ്തുതിച്ചു പാടിടാം തൻ തിരുകൃപയെ. നമുക്കെല്ലാവർക്കും ചേർന്ന് വീണ്ടും സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നാം ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ നിശ്ചയം ഇന്ന് പകൽക്കാലം കർത്താവ് അനുഗ്രഹമാക്കി നടത്തി തന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം കാര്യങ്ങളെല്ലാം കർത്താവിൽ ആശ്രയിച്ച് ഉറപ്പിച്ച് തീരുമാനിക്കുവാൻ സ്വർഗം പ്രസാദിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ട സമയത്ത് അനുഗ്രഹമാക്കി ദൈവം നടത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അതവരുടെ ഭാവി ജീവിതത്തിന് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇരു കുടുംബങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരും ആസന്ന ഭാവിയിൽ വെളിപ്പെടുവാൻ പോകുന്ന കർത്താവായ യേശുവിൻ്റെ മണവാട്ടിയായി കാണപ്പെടുവാൻ തക്കവണ്ണം എല്ലാവർക്കും കർത്താവ് കൃപ നൽകേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. തുടർന്നും ദൈവ സാന്നിധ്യം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. വലിയ നാമത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പുത്രനാം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേ വാഴ്ത്തുന്നു. സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ഇപ്രകാരം വിവാഹ നിശ്ചയത്തിനായി നിന്റെ സന്നിധിയിൽ കൂടി വരുവാനും വിവാഹ നിശ്ചയം നടത്തപ്പെടുവാനും തക്കവണ്ണം കർത്താവ് സഹായിച്ചതിനായി ഇതിനെ വാഴ്ത്തുന്നു. സ്തോത്രം. ബാല്യം മുതൽ നിന്റെ മക്കളെ ഇന്നയോളം കൃപയിൽ സൂക്ഷിച്ചല്ലോ. സ്തോത്രം. രക്ഷിക്കപ്പെടുവാൻ, സ്നാനം സ്വീകരിപ്പാൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ തക്കവണ്ണം കൃപ കൊടുത്തതിനായി നിന്നെ വാഴ്ത്തുന്ന കർത്താവേ സ്തോത്രം. ഇപ്രകാരം നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയം ധന്യമാക്കിയതിനായി ഇതിനെ വാഴ്ത്തുന്നു. സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങൾ ഗ്രഹിക്കുന്ന കർത്താവേ സ്തോത്രം. ആത്മാവിനെ അച്ചാരമായി നൽകിയിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. തൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഏവരും നിന്റെ രഹസ്യപരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാകയാൽ നിന്നെ വാഴ്ത്തുന്നു. ബുദ്ധിമുട്ടിൽ നിന്ന് കൊണ്ടുവന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇരുഭാഗത്തിൽ നിന്ന് വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശേഷിക്കപ്പെട്ടതായ നന്മകളെ കൊടുത്ത് എല്ലാവരെയും സഹായിക്കണമേ. കർത്താവെ നിശ്ചയിച്ച പോലെ തക്ക സമയത്ത് വിവാഹം അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണം. തുടർന്നും അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിപ്പാൻ തക്കവണ്ണം നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നേ. കർത്താവെ ശുശ്രൂഷയ്ക്കായി നിന്റെ ദാസനെ അധികാരപ്പെടുത്തിയതിനായി വാഴ്ത്തുന്നു. തുടർന്നും ഞങ്ങളെ കടന്നു വന്ന ഓരോരുത്തരെയും നിന്റെ കൃപയിൽ മറച്ച് നിന്റെ വരവിനായിട്ട് ഒരുക്കിയാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോടും സകല വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് വിവാഹിതരായി തീരുവാൻ പോകുന്ന പ്രിയ കുഞ്ഞുങ്ങളോടും എപ്പോഴും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയാ. Nobody's growing old together. We've made it easy just to quit. Love has become a negative percentage. Why do we bother to commit? We've got a long list of excuses, ways we try to justify. Well, I propose to you, the truth is, marriage does not have to die. I know you're feeling like it's falling apart, and it can't go on anymore, but God is
He said, with this ring I promise, and with I do, she said, forever. But right now, if they're being honest, they don't know if they'll stay together. Let's fast forward to the future. After struggling on their own, they finally figured out they needed Jesus in the middle. Now I'm watching God rebuild their home. I know you're feeling like it's falling apart, and it can't go on anymore. But God is a God who knows how to heal, so just give it up to the Lord, and He will restore. The enemy tries to come and divide, trying to get us to give up the fight. But darkness will always lose out to light, 'cause we've got the power of Christ on our side. I see you growing old together. I pray I find a love like yours. So if you're feeling like it's falling apart, and it can't go on anymore, God is a God who knows how to heal, so just give it up to the Lord, and He will restore like it was before.